ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്താ പറയുക, ഹോം കെയറിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് വൈസും അതായത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ആർക്കൊക്കെ വേക്കൻസി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു, എങ്ങനെയാണ് ഈ ഗവൺമെൻറ്റിൽ UAE ജോലി കിട്ടുക, അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ പറയാമോ എന്ന് ചോദിച്ചു. അതായത് നമുക്കിപ്പം എന്താ പറയുക, ഡയറക്റ്റ് എവിടെയും പോയി അപ്ലൈ ചെയ്യാനോ, അങ്ങനെ മീൻസ് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് അപ്ലൈ ചെയ്യാനോ ഒന്നും പറ്റില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടാനായിട്ട്. അതിന് എന്ത് ദുബായ് കരിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, സൈറ്റ് ഉണ്ട്. അവിടെ കയറിയിട്ട് നമ്മുടെ എന്ത് ചെയ്യാം, അതിൽ നിങ്ങൾ ഗൂഗിളിൽ ദുബായ് കരിയർ ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ദുബായ് കരിയർ അങ്ങനെ പറഞ്ഞിട്ട് ഒരു സൈറ്റ് വരും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഏത് കാറ്റഗറിയിലാണോ, നേഴ്സാണോ, ഏതാ ആർട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് തന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അതെല്ലാം ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ CV കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ, സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ അതിനകത്ത് ചോദിക്കുക. എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ വേക്കൻസികൾ ഇട്ടിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ ഏതെല്ലാമാണ് എക്സ്പീരിയൻസ് എങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കയറിയിട്ട് അപ്ലൈ ചെയ്യാം. അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നാഗ്പൂരി ഗൾഫ്, അതുപോലെ ഇൻഡീഡ്, അതുപോലെ തന്നെ ഇൻഡൻറ്റ്, ഇത് ത്രൂവും ഗവൺമെൻറ്റിലേക്ക് ആളെടുക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് സെക്ടറിൽ ഇതിന് വേണ്ടിയിട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് നമ്മളെ ചിലരിപ്പോൾ അങ്ങനെയായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് കുറേ നേഴ്സസിനെ എടുക്കുന്നത് ഇപ്പോൾ പ്രൈവറ്റിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷെ അവരുടെ വിസയും കാര്യങ്ങളും സാലറിയും ഒക്കെ സാധാ ഗവൺമെൻറ് എംപ്ലോയിന് കിട്ടുന്ന പോലെ തന്നെ എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ അത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് DHL ദുബായ് ഹെൽത്ത് എന്നല്ല വരുന്നത്. അവർക്ക് ആരാണോ എടുത്ത കമ്പനി അവരാണ്. അപ്പോൾ എങ്ങനെ അവരെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻഡീഡിലും അതിലൊക്കെ, അതായത് ഗവൺമെൻറ്റും പ്രൈവറ്റും ആയിട്ടുള്ള ഒരു ടൈപ്പിൻ്റെ മുഖേന ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ അങ്ങനെയാണ് സ്റ്റാഫിനെ എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ദുബായ് ഹെൽത്തിൽ ഒരുവിധം എല്ലാ സ്റ്റാഫും വന്നിട്ടുള്ളത് പ്രൈവറ്റിൻ്റെ അണ്ടറിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അവരാണ് റിക്രൂട്ട്മെൻറ്റ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവർക്ക് വേണ്ട സമയത്ത് എന്താക്കും, അവർ സ്റ്റാഫിനെ ടെർമിനേറ്റ് ചെയ്യും. അതിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലാണ്. പക്ഷേ സാലറി കാര്യങ്ങളെല്ലാം പേയ്മെൻറ്റ് വരുന്നത് ആ പ്രൈവറ്റിൻ്റെ ഇതിലായിരിക്കും വരുന്നത്. ബാക്കി എല്ലാ അലവൻസും ഗവൺമെൻറ്റിലെ പോലെ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ കിട്ടും. പക്ഷേ ഇത് പ്രൈവറ്റിൽ നിന്നാണ് ആൾക്കാർ എടുക്കുന്നത്. അപ്പോൾ അവർ ക്യാഷ് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അവർക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് അതുപോലെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതാക്കുന്നത്. അപ്പോൾ ഇൻഡീഡ് ഉണ്ട്, പിന്നെ നാഗ്പൂരി ഗൾഫ്, അതിൽ നിന്ന് ആൾക്കാരെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ദുബായ് ഹെൽത്ത് സൈറ്റ് കരിയർ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് ആൾക്കാരെ എടുക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ പ്രൈവറ്റ്, അപ്പോൾ നമ്മളിതിലൊക്കെ കയറി ഓരോന്ന് ദുബായ് ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ തന്നെ ഓരോ ഹോസ്പിറ്റൽ, റാഷിദ് ഹോസ്പിറ്റൽ, പിന്നെ ജലീൽ ഹോസ്പിറ്റൽ, അതുപോലെ ലത്തീഫ, അങ്ങനെയുള്ള ആട്ടവർ, അതിലൊക്കെ വേക്കൻസികൾ വരുന്നതിനനുസരിച്ചിട്ട് എന്താക്കുന്നുണ്ട്, സ്റ്റാഫ് അപ്ലൈ ചെയ്തവർക്ക് മുൻഗണന കൊടുത്തിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എടുക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊന്നും അങ്ങനെ ഹ്യൂജ് വേക്കൻസികളും കാര്യങ്ങളും വരുന്നില്ല. ആരെങ്കിലും റിസൈൻ വെച്ച് പോയി, ഇപ്പോഴത്തെ ഒരു ഇതിനനുസരിച്ചിട്ട് ആരെങ്കിലും ഇപ്പോൾ റിസൈൻ വെച്ച് പോയെങ്കിൽ അതിലേക്ക് മാത്രമാണ് അവർ ആളെ എടുക്കുന്നത്. അല്ലാണ്ട് കുറേ പേരെങ്ങ് കൂട്ടായിട്ട് എടുക്കുന്നില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഓരോ സ്പെഷ്യാലിറ്റി ഏരിയകൾ ഓരോന്ന് ഓപ്പൺ ചെയ്തു, ചിലപ്പോൾ പുതിയൊരു വാർഡ് ഓപ്പൺ ചെയ്തു, അപ്പോൾ അതിലേക്ക് ആൾക്കാരെ വേണം, അങ്ങനെ എടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ അങ്ങനെ വാരിക്കോരി കുറേ സ്റ്റാഫിനൊന്നും എടുക്കുന്നില്ല. ഓരോ പോകുന്നതിനനുസരിച്ചിട്ട് മാത്രമേ സ്റ്റാഫിനെ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ പറയുന്നത് കൂടുതൽ സ്റ്റാഫുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അറിയാമല്ലോ, അപ്പോൾ കൂടുതൽ സ്റ്റാഫുകളാകുമ്പോൾ അവർ ഇങ്ങനെ വെറുതെ എടുക്കുന്നില്ല. എവിടെ നിന്നാണോ റിസൈൻ വെച്ച് പോയ ഏത് സ്പെഷ്യാലിറ്റി ആണോ അതിലേക്ക് ആ എക്സ്പീരിയൻസ് ഉള്ള ആളുടെ ഉണ്ടെങ്കിൽ അവർ അതിനെടുക്കുന്നു, അവർ ഇൻ്റർവ്യൂ എടുക്കുന്നു. അതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്യുന്ന ആരാണോ അവരെന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിലൊരു ഇത് വരുന്നത്. പിന്നെ പ്രൈവറ്റിൽ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ ഏകദേശം വരുന്നത്. അതായത് അവർക്ക് അല്ലാണ്ട് കുറേ സ്റ്റാഫിനെ അവർ അറ്റ് എ ടൈമിൽ അങ്ങനെയൊന്നും എടുക്കുന്നില്ല. 1, 2, 3 ഒക്കെ വേക്കൻസികൾ വരാറില്ല, അതിനനുസരിച്ച് എടുക്കുന്നുള്ളൂ. പിന്നെ ക്ലിനിക്സിലും അതുപോലെ തന്നെ ഓരോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ UAE എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ എന്താക്കണം, നമ്മൾ ഇന്ത്യയിലും ലിങ്കൻറ്റും നാഗ്പൂരി ഗൾഫും അങ്ങനത്തെ സംഭവ സൈറ്റുകളിൽ ഓൺലൈനിൽ ഇതിലൊക്കെ കയറിയിട്ട് മാക്സിമം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയെടുത്ത് ഡയറക്റ്റ് പോയി CV കൊടുത്തിട്ട് എന്താക്കാം,
ഇതാക്കാം. കുറേ ക്ലിനിക്സിലും ഹോസ്പിറ്റലിലും ഞാൻ കുറേ പറഞ്ഞു പ്രൈവറ്റിലൊക്കെ ഡയറക്റ്റ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, CV കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ പോയിട്ട് ഇതാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ്റിൽ എടുക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഗവൺമെൻറ് കുറേ വേക്കൻസി കാര്യങ്ങളില്ല. വേക്കൻസി പോകുന്നതിനനുസരിച്ചിട്ട് അവർ ആളെ എടുക്കുന്നത്, അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് അയച്ച് ചോദിക്കണം, ഞാൻ ഇതുപോലെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സപ്പോർട്ട് എല്ലാവരുടെയും പ്രതീക്ഷിക്കുന്നു. ബൈ.